പവിത്രത്തിലെ നാളത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വേദയും വിക്രമും കൂടെ അമ്പലത്തിലൊക്കെ പോയി സന്തോഷമായിട്ട് അവർ അവിടെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വരാനൊരുങ്ങാണ്. അപ്പോഴും വിക്രം പറയുന്നത് ശ്രീനി സാറിനെ വിട്ട് ഞാൻ വരത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നീ എന്ത് ചെയ്താലും ഞാൻ വരത്തില്ല എന്ന് തന്നെ വിക്രം പറയുന്നുണ്ട്. വേദയാണെങ്കിൽ തിരിച്ച് അതിനുള്ള മറുപടിയും കൊടുക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്താലും നിങ്ങളെ അയാളിൽ നിന്ന് മോചിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിലാണ് ഒരു കാറ് കൊണ്ടു നിർത്തുന്നത്. കാറ് കൊണ്ടു നിർത്തിയപ്പോഴേ വിക്രമിന് എന്തോ പ്രശ്നമാണെന്ന് മനസ്സിലായി. അപ്പം അതിൽ നിന്ന് അഭിലാഷും കൂട്ടരും ഇറങ്ങി വരുന്നുണ്ട്. വന്നിട്ട് വിക്രത്തിനോട് ചോദിക്കുകയാണ്, നീ അങ്ങ് നന്നാവാൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പം വിക്രം സാമ്യമായതുകൊണ്ട് തന്നെ ഒന്നും തിരിച്ചു മിണ്ടുന്നില്ല. അപ്പോൾ വന്ന ഗുണ്ടകളെല്ലാവരും കൂടെ എടുത്ത് വിക്രത്തിനെ നല്ല രീതിയിൽ തല്ലുന്നുണ്ട്. തല്ലിക്കാല് തന്നെ ഒടിക്കുന്നുണ്ട്. എന്നിട്ട് വിക്രം ഒന്നും ചെയ്യുന്നില്ല. അവസാനം വിക്രത്തെ വെട്ടാൻ വാളും എടുത്തുകൊണ്ട് വരികയാണ്. അപ്പം വേദയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വേദ ഇങ്ങനെ വെപ്രാളം പിടിച്ചിരിക്കുകയാണ്. വേദ ഓടിച്ചെന്ന് വിക്രമിൻ്റെ ദേഹത്തോട്ട് ഇടയ്ക്കുകയാണ്. അപ്പം വാസവൻ ഇറങ്ങി വരികയാണ്. വാസവൻ ചോദിക്കുകയാണ്, ആഹാ, നിൻ്റെ ഭർത്താവിനെ കൊല്ലുന്നതിന് മുമ്പ് നീ ചാവാൻ റെഡിയായി നിൽക്കുകയാണോ? നീ എന്താ കുലസ്ത്രീയാണോ എന്നൊക്കെ ചോദിച്ച് വേദയെടുത്ത് ചോദിക്കുന്നുണ്ട്. വിക്രം മാറുന്നൊക്കെ വേദയെടുത്ത് പറയുന്നുണ്ട്. വിക്രമിൻ്റെ ഈ അവസ്ഥ കണ്ട് വേദ വിക്രമിനെ കെട്ടിപ്പിടിച്ച് നിന്ന് കരയുകയാണ്. ഇതൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.